തയ്യാറല്ലേ? വജ്രവ്യൂഹം എല്ലാം റെഡിയാക്കി ഭഗവത്ഗീതയൊക്കെ സെറ്റാക്കി വെച്ചു അല്ലേ? ചിന്മയി കുട്ടി പഠിച്ചോ? എല്ലാം നമുക്ക് നന്നായി പറയാൻ പറ്റണം കേട്ടാ. അപ്പോ നമ്മൾ പ്രവേശിക്കുന്നു വജ്രവ്യൂഹത്തിൽ. ആദ്യത്തെ റൗണ്ട് ശബരിഗിരി സ്കൂൾ പുനലൂർ. നിങ്ങൾക്കുള്ള ആദ്യത്തെ ചോദ്യം ഇത് പൂരിപ്പിക്കാനാണ്. നാത്മാനം അവസാദയേത്. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ ബന്ധുരാത്മനസ്തസ്യ, ഓപ്ഷൻ ബി ആത്മൈവ ഹ്യാത്മനോ ബന്ധു, ഓപ്ഷൻ സി യേനാത്മൈവ ആത്മനാ ജിതഃ, ഓപ്ഷൻ ഡി ഉദ്ധരേത് ആത്മനാത്മാനം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ഡി ഉദ്ധരേതാത്മനാത്മാന. ആഹാ, ആദ്യത്തെ റൗണ്ടിലും മിടുക്കിയായ 1-ാം സെക്കൻഡിൽ ഒരു ഉത്തരം പറഞ്ഞിരിക്കുന്നു. വേണമെങ്കിൽ മാറ്റാം, ശരിയല്ലാതിരിക്കണേ. ഉറപ്പാണ്. ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്യുന്നു ഓപ്ഷൻ ഡി ഉദ്ധരേതാത്മനാത്മാനം. നോക്കാം ശരിയാണോ ഉത്തരം എന്ന് നോക്കാം കേട്ടോ. നമ്മളുടെ ഉത്തരം ശരിയാണ്. ഓർമ്മയുണ്ടോ ആ ശ്ലോകം? ചൊല്ലു. ഉദ്ധരേതാത്മനാത്മാനം ആത്മാനമവസാദയേത് നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവാരിപുരാത്മന. ഒരു ദീർഘമിത്തിരി കൂടി പോയി. ആത്മൈവ രിപുരാത്മനഃ. പക്ഷെ അത് വൈഹാട്ട് ചെയ്തു മിടുക്കി. ഭഗവത്ഗീതയിലെ വലിയൊരാശയമാണ് ഉദ്ധരേതാത്മനാത്മാനം. ഭഗവത്ഗീത ലോകത്തോടെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങളിലെ ആത്മചൈതന്യം കൊണ്ട് നിങ്ങളെ ഉദ്ധരിക്കൂ. ചിന്മയ വിദ്യാലയം കാസർഗോഡ്, നിങ്ങളോടുള്ള ആദ്യത്തെ ചോദ്യം. അക്ഷരമായും പരമവുമായ ബ്രഹ്മത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് മഹാപുരുഷ യോഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ സാത്വികം, ഓപ്ഷൻ ബി അധ്യാത്മം, ഓപ്ഷൻ സി അധിഭൂതം, ഓപ്ഷൻ ഡി അധിദൈവതം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ബി അധ്യാത്മം. ഓപ്ഷൻ ബി അധ്യാത്മം. ഉറപ്പ്? അതെ, ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ ബി അധ്യാത്മം. ശരിയാണോ? അക്ഷരബ്രഹ്മം, പരമതത്വമായ ബ്രഹ്മം, അതിന്റെ സ്വരൂപം എന്താണ്? ഭഗവത്ഗീത പലയിടത്ത് പല ആശയങ്ങളിലൂടെ ഒരേ തത്വത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏതാശയമാണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം ഉത്തരം. ശരിയായ ഉത്തരം 10 മാർക്ക്. നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. രജസ്യേതാനി ജായന്തേ. താഴെ പറയുന്നവയിൽ രജോ ഗുണം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രവൃത്തി ഏതാണ്? ഓപ്ഷൻ എ ഉറക്കമില്ലായ്മ, ഓപ്ഷൻ ബി ശമമില്ലായ്മ, ഓപ്ഷൻ സി ധ്യാനമില്ലായ്മ, ഓപ്ഷൻ ഡി ഭക്ഷണമില്ലായ്മ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ബി ആണ്. മനസ്സമാധാനം കിട്ടാത്ത കർമ്മ അത്യാഗ്രഹം വരുമ്പോഴേ മനസ്സമാധാനം കിട്ടാം. ബി ഇടാം. ബി. ഓപ്ഷൻ ബി ശമമില്ലായ്മ. ഓപ്ഷൻ ബി ശമമില്ലായ്മ. മറ്റൊരു ഓപ്ഷനിലേക്കും പോകുന്നില്ല? ഇല്ല. ഉറപ്പിക്കാം? ചിന്മയുടെ ഉറപ്പാണേ. അപ്പൊ നമ്മൾ ഉറപ്പിക്കുന്നു ഓപ്ഷൻ ബി ശമമില്ലായ്മ. നോക്കാം. ഉത്തരം ശരിയാണ്. ചിന്മയെ ഉറപ്പിച്ചു പറഞ്ഞാലുണ്ടല്ലോ ഉറപ്പായിരിക്കും. ചിന്മയി ഇത്തവണ തയ്യാറെടുത്തിട്ട് തന്നെ. ഇത്തവണ ചേട്ടൻ പറയാന്നൊന്നും പറയുന്നില്ല അല്ലേ? മിടുക്കി. ചിന്മയ വിദ്യാലയ കാസർഗോഡ്, രണ്ടാമത്തെ ചോദ്യം. കാര്യ അകാര്യ വിവേകം ഉണ്ടാകുന്നതിനായി മനുഷ്യൻ പ്രമാണങ്ങളാക്കേണ്ടത് ഏതിനെയാണ് എന്നാണ് ഭഗവത്ഗീത വ്യക്തമാക്കുന്നത്? ഓപ്ഷൻ എ ആത്മപ്രിയമായത് പ്രമാണമാക്കണം, ഓപ്ഷൻ ബി കാലം പ്രമാണമാക്കണം, ഓപ്ഷൻ സി ശാസ്ത്രം പ്രമാണമാക്കണം, ഓപ്ഷൻ ഡി ശിഷ്ടാചാരങ്ങൾ പ്രമാണമാക്കണം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ സി ശാസ്ത്രം പ്രമാണമാക്കണം. ഓപ്ഷൻ സി ശാസ്ത്രം പ്രമാണമാക്കണം. ലോക്കിയ? ഓക്കെ. ഓപ്ഷൻ സി ശാസ്ത്രം പ്രമാണമാക്കണം ലോക്ക് ചെയ്യുന്നു. നമുക്ക് നോക്കാം അവരുടെ ഉത്തരം ശരിയാണോ എന്ന്. ഉത്തരം ശരിയാണ്. ചേച്ചിമാര് 20 മാർക്ക് വാങ്ങിട്ടോ. എന്തായിരുന്നു അവിടെ പ്രമാണത്തിന് പറഞ്ഞിരിക്കുന്ന ശ്ലോകം ഓർമ്മയുണ്ടോ?
തസ്മാത് ശാസ്ത്രം വിധാനോക്തം. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യവ്യവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമി ഹാർഹസി. അതെ, നന്നായി. അത് നമുക്ക് എന്തു ചെയ്യണം, ഈ ലോകത്ത് ജീവിക്കുമ്പോ എന്താണ് കർത്തവ്യമായത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത്, ഇങ്ങനെ ഒരു ആകുലത നമുക്കുണ്ടാകുന്നു. നമുക്ക് പ്രമാണമായി ശാസ്ത്രങ്ങളുണ്ട്. ശാസ്ത്രം പ്രമാണം തേ. നല്ല ഉത്തരമായിരുന്നു. നമ്മൾ ശബരിഗിരി സ്കൂളിന്റെ 3ാമത്തെ ചോദ്യത്തിലേക്ക്. തമോ ഗുണം വർദ്ധിക്കുന്നതിന്റെ ഫലം എന്താണ്? ഓപ്ഷൻ എ ആനന്ദം, ഓപ്ഷൻ ബി ആരോഗ്യം, ഓപ്ഷൻ സി അജ്ഞാനം, ഓപ്ഷൻ ഡി അവ്യവസ്ഥ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ സി അജ്ഞാനം. തമോ ഗുണം, അവ്യവസ്ഥ. തമോ ഗുണത്തിലാണ് അജ്ഞാനം വരുന്നത്. ആണോ? ആണ്. ധൈര്യപൂർവം ഉറപ്പിക്കുന്നു. ഓപ്ഷൻ സി അജ്ഞാനം ആണോ? ഇത് തന്നെയാണോ? ഉറപ്പാണോ? എന്തായാലും അവര് ലോക്ക് ചെയ്തു. അതെ, നോക്കാം. നോക്കാം. കണ്ടോ, വിട്ടുകൊടുക്കില്ല. അവരപ്പ പോലും ഉത്തരം പറഞ്ഞ് നിങ്ങളെ സഹായിക്കില്ല. അതാണ് സ്പിരിറ്റ് മത്സരത്തിന്റെ. ശരിയാണോ ഉത്തരമെന്ന് നോക്കാം. ഓപ്ഷൻ സി അജ്ഞാനം ശരിയായ ഉത്തരം. നിങ്ങളോടുള്ള 3ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ദൈവീ സമ്പത്ത് എന്ന് ഭഗവത്ഗീത വിശേഷിപ്പിക്കുന്ന ഗുണങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ സത്വം രജസ്, ഓപ്ഷൻ ബി സ്വാധ്യായം തപസ്, ഓപ്ഷൻ ഡി ദർപ്പം അഭിമാനം, ഓപ്ഷൻ ഡി ക്രോധം പാരുഷ്യം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ബി സ്വാധ്യായം തപസ്. ഉറപ്പിച്ചു പറയൂ. ഉറപ്പാണ്. ഓപ്ഷൻ ബി സ്വാധ്യായം തപസ്. അടുത്ത ഓപ്ഷൻ സത്വം രജസ്. സാധ്യതയില്ലേ? എന്നാൽ ഇവരുടെ ധൈര്യത്തിൽ ഓപ്ഷൻ ബി സ്വാധ്യായം തപസ് ലോക്ക് ചെയ്യുന്നു. ദൈവീ സമ്പത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ആസുരീ സമ്പത്ത്, ദൈവീ സമ്പത്ത് അല്ലെ? ലോകത്തിൽ 2 തരം മനുഷ്യരുണ്ട്. ഈ ദേഷ്യവും ക്രോധവും ഒക്കെ പുലർത്തുന്ന മനുഷ്യനുമുണ്ട്, സാത്വികരായവരുമുണ്ട്. അവരെ നമ്മൾ ദേവൻ എന്ന് വിളിക്കുന്നു. നമുക്ക് ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. ഉത്തരം ശരിയാണ്. 10 മാർക്ക്. സ്വാധ്യായവും തപസ്സുമുള്ളവനെ ദേവൻ എന്ന് വിളിക്കാം. ശബരിഗിരി സ്കൂളിനോടുള്ള 4ാമത്തെ ചോദ്യം. താഴെ പറയുന്നവരിൽ യോഗസിദ്ധി ലഭിക്കാത്തത് ആർക്കാണ്? ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഓപ്ഷൻ എ യാഗകർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തവന്, ഓപ്ഷൻ ബി അധികം ഭക്ഷിക്കുന്നവന്, ഓപ്ഷൻ സി സാഹസ പ്രവൃത്തികൾ ചെയ്യുന്നവന്, ഓപ്ഷൻ ഡി ഈശ്വര ഭജനം ചെയ്യാത്തവന്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ബി അധികം ഭക്ഷിക്കുന്നവന്. മുഴുവൻ ആലോചിക്കൂ, നന്നായി ആലോചിക്കൂ, എന്നിട്ട് ധൈര്യപൂർവ്വം ഉറപ്പിക്കൂ. നമ്മൾ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ ബി അധികം ഭക്ഷിക്കുന്നവന്. എന്തായിരുന്നു ചോദ്യം? യോഗസിദ്ധി ലഭിക്കാത്തത് ആർക്കാണ്? ഈശ്വരഭജനം ചെയ്യാത്തവന്, യാഗകർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തവന്. എല്ലാത്തിനും സാധ്യതയുണ്ട് അല്ലേ? അല്ലെ, ഇതിനെല്ലാത്തിനുമുള്ള സാധ്യതയുണ്ട്. സാഹസ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവന്, ആരെയും വകവയ്ക്കാത്തവന്. നോക്കാം, നമുക്ക് ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കാം. ഭഗവത്ഗീത എന്ത് പറയുന്നു എന്ന് നോക്കാം. എന്താ? ശരിയാണ്. ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. 10 മാർക്ക്. ഏതാ ഭാഗം ഓർമ്മയുണ്ടോ? അല്ല, പക്ഷെ അധികം ഭക്ഷിക്കുന്നവൻ എന്താ പറയുന്നതെന്ന് എനിക്കറിയാം. അത്യഷ്ണൻ. നാത്യശ്നതസ്യ യോഗോസ്തി അല്ലേ? അധികം ഭക്ഷിക്കുന്നവന് യോഗമില്ല. അതായത് ഏതു നേരം നമ്മൾ ഇന്ന് TV ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഫുഡ് വ്ളോഗേഴ്സിനെയൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഏത് സമയവും പാതിരാത്രിയിലും ഒക്കെ ഭക്ഷണം കഴിക്കുന്നവരെ അല്ലേ കാണുന്നത്? യോഗം ശീലിക്കുന്നവൻ ആദ്യം ജയിക്കേണ്ടത്. വളരെ പ്രസിദ്ധമായ ഒരു ഉപനിഷദുക്തിയുണ്ട്, ജിതം സർവം ജിതേ രസേ. നിങ്ങളിൽ ലോകം മുഴുവൻ ജയിക്കും നിങ്ങൾക്ക് നാവിനെ ജയിക്കാൻ കഴിഞ്ഞാൽ. നാവിലൂടെ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, നാവിലൂടെ വാക്കുമുണ്ട്, നാവിലൂടെ ആഹാരമുണ്ട്. അപ്പൊ വാക്കും ആഹാരവും നിയന്ത്രിച്ചാൽ നിങ്ങൾ ലോകം മുഴുവൻ ജയിക്കും. അപ്പോ അധികം ഭക്ഷിക്കുന്നവന് യോഗം ലഭിക്കില്ല. നിങ്ങളുടെ 4ാമത്തെ ചോദ്യം.
അബ്രഹ്മഭുവനാൻ ലോകാൻ, ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങളുടെ പ്രത്യേകത എന്താണ്? ഓപ്ഷൻ എ സുഖ ദുഃഖ ശീലമുള്ളത്, ഓപ്ഷൻ ബി നന്മ തിന്മകളുള്ളത്, ഓപ്ഷൻ സി പുനരാവൃത്തി ശീലമുള്ളത്, ഓപ്ഷൻ ഡി നാശസ്വഭാവത്തോടു കൂടിയത്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ സി പുനരാവർത്തി ശീലമുള്ളത്. ഓപ്ഷൻ സി പുനരാവൃത്തി ശീലമുള്ളത്. ഈ ലോകത്തില് ദുഃഖ സുഖ ശീലമുള്ളതാവാം, നന്മ തിന്മകളാകാം. ഇല്ല, എന്നാ സമയം കളയണ്ട. ഓപ്ഷൻ സി പുനരാവൃത്തി ശീലമുള്ളത് ഉറപ്പിക്കുന്നു. നല്ല രസമുള്ള ചോദ്യമായിരുന്നു ഇത്, അല്ലേ? റീബർത്ത്. ആ, ഇത് ഭാരതീയന്റെ കർമ്മ സിദ്ധാന്തത്തെ വളരെ കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു ശ്ലോകമാണ്. നമുക്ക് നോക്കാം ഭഗവത്ഗീതയുടെ ഉത്തരം എന്താണ് എന്ന്. ഉത്തരം ശരിയാണ്. ഞാൻ വളരെ കൗതുകത്തോടെ നോക്കുകയായിരുന്നു. അസാവരി ഈ സമയത്ത് ഈ ചോദ്യം വന്നപ്പോ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അബ്രഹ്മഭുവനാൻ ലോകാൻ പുനരാവർത്തിനോർജുന. അതുകൊണ്ട് ആ ഉത്തരം പറയൂ എന്ന് പറഞ്ഞു കൊടുത്ത് അവർ കൃത്യമായി ഭഗവത്ഗീത പക്ഷത്ത് നിന്നുത്തരം പറഞ്ഞു. നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഇതാ അവസാനത്തെ ചോദ്യം. യോഗോ ഭവതി ദുഃഖഃ. താഴെ പറയുന്നവയിൽ ആരാണ് ഭഗവത്ഗീത വർണ്ണന അനുസരിച്ച് ദുഃഖനാശകമായ യോഗാവസ്ഥയെ പ്രാപിക്കുന്നത്? ഓപ്ഷൻ എ ശരിയായ ആഹാരമുള്ളവൻ, ഓപ്ഷൻ ബി ശരിയായി വേദാധ്യയനം ചെയ്യുന്നവൻ, ഓപ്ഷൻ സി ശരിയായി സംസാരിക്കുന്നവൻ, ഓപ്ഷൻ ഡി ശരിയായി തീർത്ഥയാത്ര ചെയ്യുന്നവൻ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ചേട്ടന്റെ ചോയ്സാണ് ശരിയായ ആഹാരമുള്ളവൻ. ചേട്ടന്റെ ചോയ്സോ? ഓപ്ഷൻ എ ശരിയായ ആഹാരമുള്ളവൻ. ചിന്മയിക്ക് അതല്ലേ? എനിക്ക് ഇത് ശരിയായ ആഹാരമുള്ളവൻ. അത് മതിയാ? ചേട്ടൻ പറഞ്ഞ അനുസരിക്കും. ചേട്ടന്റെ ചോയ്സാണ്. ചേട്ടന്റെ ചോയ്സിൽ ഓക്കെ ഏട്ടാ. അപ്പോ ശബരിഗിരി സ്കൂളിലെ ചിന്മയി പറഞ്ഞതനുസരിച്ച് ചേട്ടന്റെ ചോയ്സ് ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ എ. നമുക്ക് ശരിയാണോ ഉത്തരം നോക്കാട്ടാ. ചേട്ടന്മാര് പറഞ്ഞത് എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നും ഇല്ല. ഉത്തരം ശരിയാണ്. 50 മാർക്കും നേടിയിരിക്കുന്നു. ഏതായിരുന്നു ആ ശ്ലോകം? യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ. ശരിയായ ഉറക്കവും ശരിയായ നിദ്രയും ശരിയായ ഉണർവും ശരിയായ ഭക്ഷണവും ഉള്ളവനെ ദുഃഖം ഇല്ലാതാക്കുന്ന യോഗം ലഭിക്കൂ. അപ്പൊ 50 മാർക്കും നേടി ശബരിഗിരി സ്കൂൾ. അഭിനന്ദനങ്ങൾ. സന്തോഷായ? ചിന്മയി ഉണ്ടല്ലോ, ഇത്ര നേരം ടെൻഷനിലായിരുന്നു. ചിന്മയുടെ മുഖത്തൊരു നല്ല പുഞ്ചിരിയൊക്കെ വിടർന്നു. നമുക്കിനി ഈ ചേച്ചിമാരോട് ചോദിക്കാം. ചിന്മയ വിദ്യാലയ കാസർഗോഡിനുള്ള അവസാനത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ അർജുനന്റെ വിശേഷണം ഏതാണ്? ഓപ്ഷൻ എ ഹൃഷികേശൻ, ഓപ്ഷൻ ബി ധാർത്തരാഷ്ട്രൻ, ഓപ്ഷൻ സി ദ്രൗപദേയൻ, ഓപ്ഷൻ ഡി ഗുഡാകേശൻ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ഡി ഗുഡാകേശൻ. ഋഷികേശൻ ആരെയാണ്, ധാർത്തരാഷ്ട്രൻ ആരെയാണെന്നൊക്കെ ആലോചിച്ചോ? എന്നിട്ട് ഉറപ്പിച്ചതാണോ? എന്നാൽ ധൈര്യപൂർവം ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ ഡി ഗുഡാകേശൻ. ഋഷികേശൻ ആരാ? ശ്രീകൃഷ്ണൻ. ഉറപ്പാണ്? നിങ്ങൾക്കറിയോ? തന്നെയാണോ തോന്നണേ? എന്തായാലും ഭഗവത്ഗീതയുടെ ഉത്തരം കിട്ടട്ടെ. ഭഗവത്ഗീതയിൽ നിന്നുള്ള ഉത്തരം കിട്ടിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഓപ്ഷൻ ഡി ഗുഡാകേശൻ. വീണ്ടും 10 മാർക്ക്. ഇതെന്താ, എല്ലാവരും കൂടെ മാർക്ക് കൊണ്ടുപോയാൽ ഞാനിവിടെ ഒരു മാർക്കും ഇല്ലാതാവില്ലേ? ഋഷികേശൻ ഭഗവാനെയാണ് വിളിക്കുന്നത് അല്ലേ? ഗുഡാകേശൻ അതാണ് അർജുനന് കൊടുത്തിട്ടുള്ള പേര്. പലയിടത്ത് ആവർത്തിക്കുന്നുണ്ട്. പാർത്ഥ, കൗന്ദേയ, ഇങ്ങനെ പല പേരുകൾ അർജുനനെ വിളിക്കുന്നുണ്ട്. അതിൽ കൃഷ്ണൻ വിളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ്. ചിലയിടത്ത് കൃഷ്ണൻ പരംതപ എന്ന് വിളിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ് ഗുഡാകേശ എന്ന് അർജുനനെ വിളിക്കുന്നത്. നല്ല റൗണ്ടായിരുന്നു. രണ്ടുപേരും ഇഞ്ചോടിഞ്ച് മത്സരിച്ച് ഭഗവത്ഗീതയിലെ വളരെ ഗൗരവമായ ചോദ്യങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിട്ട് 50 മാർക്ക് വീതം നേടിയിരിക്കുന്നു. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ.